നമസ്കാരം. ഒരു കുഞ്ഞു വിജയം പങ്കുവെക്കാനാണ്. വല്ലപ്പോഴുമാണ് പുരുഷന്മാർക്കും നമ്മൾ ആണുങ്ങൾക്കൊക്കെ വിജയം കിട്ടുന്നത്. അപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ബ്രേക്കിംഗ് സ്റ്റോറിയായി ഒരു വാർത്ത പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. എന്റെ ഫോണിന്റെ ബൈറ്റൊക്കെ എടുത്തു. അപ്പൊ നിങ്ങളുമായി കൂടെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. ഹണി റോസിന്റെ പരാതി, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ്. സമകാലിക മലയാളം. രാഹുൽ ഈശ്വറിനെതിരായ പരാതി, കേസെടുക്കാൻ വകുപ്പില്ല. ന്യൂസ് 18 വകുപ്പില്ല എന്ന് മറ്റു പല മാധ്യമങ്ങളും. രാഹുൽ ഈശ്വറിനെ പ്രതി ചേർത്തിട്ടില്ല, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണെങ്കിൽ പോലീസിന് നന്ദി പറയുന്നു. പോലീസിന് നിയമോപദേശവും പ്രാഥമിക അന്വേഷണവും ഒക്കെ നടത്തിയവർക്ക് നന്ദി പറയുന്നു. രാഹുൽ ഈശ്വർ ഇന്നസെന്റ് ആണ്, ക്ലീൻ ചിറ്റ് വരുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കാര്യം എങ്ങനെങ്കിലും കുറെ കാലം മോശക്കാരനായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പോകുമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നലെ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനെതിരെ കേസെടുത്തു എന്നാണ് പറഞ്ഞത്. കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം. പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി 2 MLA-മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരെ കാണും. നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് MLA എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 30-ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ. ഹണി റോസിന് തിരിച്ചടി, രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാനാകില്ല എന്ന് പോലീസ്. ഇപ്പോൾ ഇത് തന്നെയാണ് രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള പരാതിയിൽ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വറിന് ആശ്വാസം. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നടി ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തത്. ആ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഹണി റോസിനെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്നായിരുന്നല്ലോ പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഹണി റോസ് ഈ ഒരു രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിതമായ ഒരു ആക്രമണം നടത്തുന്നു എന്നായിരുന്നു ഹണി റോസ് പരാതിയിൽ പരാമർശിച്ചിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ നമുക്കറിയാമെന്നല്ലേ, രാഹുൽ ഈശ്വർ ഈ ഒരു ഹണി റോസിനെ വിമർശിച്ചതല്ല, പകരം ഹണി റോസിന്റെ വസ്ത്രദാനത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അത് ഓരോ മലയാളികളും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹം എടുത്തത് പറഞ്ഞിരുന്നു. എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം ഈ വാർത്ത വന്നതിന് പിന്നാലെ പ്രതികരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായും ആശ്വാസമുണ്ട്. പക്ഷെ അതിൽ ഒരു വേദന ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം ഭരണഘടനാ പദവിയുള്ള 2 കമ്മീഷനുകളാണ്. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നും കേസെടുത്തു എന്നും ഒക്കെ നിരന്തരം അവർ വാർത്ത പറയുകയും എന്നെ വേട്ടയാടുകയും ചെയ്യുന്നത് ന്യായമാണോ എന്ന് മീഡിയ ചോദിക്കണ്ടേ? എന്തൊരു കഷ്ടമാണ്. ഹൈക്കോടതിയുടെ പരിധിയിലുള്ള കേസാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായ അറിയപ്പെടുന്ന ഒരു ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ ഓൾറെഡി കേസ് ഇരിക്കുകയാണ്. ആ കേസിനെ മനഃപൂർവ്വം മറികടക്കാനും മറ്റുമറിക്കാനും കൂടി വേണ്ടിയല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷണർ നിലയിൽ ഞാൻ ആ വിധിന്യായം കാണാതെ പഠിച്ചു. ആ കാണാതെ പഠിച്ച വിധിന്യായത്തിൽ എവിടെയും വസ്ത്രധാരണത്തെ പരാമർശിച്ചിട്ടില്ല. അതെ, ആയിക്കോട്ടെ, ശരീരത്തെ അല്ലല്ലോ പറയുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പാടില്ല. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ? ശരീരവും വസ്ത്രവും വേറെയല്ലേ? പക്ഷേ ശരീരത്തെ ബോഡി ഷേമിംഗ് പാടില്ല. ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ വസ്ത്രം ധരിക്കരുത്. രാഹുൽ, ഞാനിപ്പോൾ സാരി ഉടുത്താണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതുപോലത്തെ സാരി ഉടുക്കരുത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്റെ ശരീരത്തെ തന്നെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. മാഡം, സാരി മാഡം ഉടുക്കണം. പക്ഷേ അല്ലെങ്കിൽ എല്ലാവരും സാരി മഹത്തരമായ ഡ്രസ്സാണ്. പക്ഷേ ടിപ്പ് ബെർസാ പാനിയിൽ രവീന ടണ്ടൻ ധരിക്കുന്ന രീതിയിൽ സാരി ധരിച്ച് ഒരു പൊതുപരിപാടിയിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വരരുത്. അത് മാത്രമേ പറയൂ. അവിടെ രാഹുൽ ഉദ്ദേശിക്കുന്ന ആ ശരീരത്തെ തന്നെയാണ്, സംശയമില്ലല്ലോ. അവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന അവരുടെ വസ്ത്രധാരണ രീതിയാണ്. ഓവർ എക്സ്പോസിംഗ് ആയ പാറ്റേൺ. അവിടെ ശരീരം എക്സ്പോസ്ഡ് ആവുന്നു എന്നതല്ലേ രാഹുലിന്റെ കൺസേൺ? മാഡം, ആ ശരീരത്തെ എക്സ്പോസ് ചെയ്യാൻ, അതായത് സ്വന്തം ബോഡിയെ സ്വയം ഷെയിം ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി അങ്ങനെ അല്ലെങ്കിൽ ഒരു വ്യക്തി അതെങ്ങനെ മാഡം? ലൈംഗികോദ്ദീപകമായ സെക്ഷലി കളേർഡ് റിമാർക്സ് പറഞ്ഞാൽ അത് തെറ്റല്ലേ? അപ്പൊ സെക്ഷലി കളേർഡ് ആയ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ അതും തെറ്റല്ലേ? ഇനി 2 ദയവായി ഒന്ന് ശ്രദ്ധിക്കാം. മാഡം പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഞാൻ റേസ് ചെയ്യുന്ന പോയിന്റ്, അതായത് കുഞ്ഞികൃഷ്ണൻ സാറിന്റെ വിധിയിൽ വളരെ വ്യക്തമായി പറയുന്നത് അപ്പിയറൻസ്, ബോഡി ഷെയ്മിംഗ്, സ്ലിം ആണ്, മെലിഞ്ഞതാണ്, വെളുത്തതാണ്. ആ വിധിന്യായത്തിൽ വസ്ത്രധാരണം പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായി കാണേണ്ട ഒരു പോയിന്റാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സാമൂഹിക സംവാദങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അടക്കമുള്ള ജഡ്ജിയും കോടതിയും ഇതെല്ലാം കേൾക്കും. രാഹുൽ ഈശ്വർ ഇവിടെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു മലയാളികൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയല്ലേ? ഒരിക്കലും രാഹുൽ ഈശ്വർ ഹണി റോസിനെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം അവരുടെ വസ്ത്രദാനത്തെ കുറിച്ച് തന്നെയാണ് വിമർശിച്ചത്. അതാണ് ഈ ഒരു കേസും സംഭവമായിട്ടുള്ള മെയിൻലി വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ
രാഹുൽ ഈശ്വർ ഈ ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ബോച്ച ചെയ്തത് ശരിയാണെന്ന് അദ്ദേഹം ഒരിക്കലും ന്യായീകരിച്ച് പറയുന്നില്ല. അങ്ങനെ സകല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരണമായിട്ട് ഒരു വാക്കായിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇതിനോട് സമീപിച്ചത്. ഇങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ തന്നെ നേരെ മറിച്ച് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുക്കുകയുണ്ടായി. അല്ല, എന്റെ ഏക പ്രശ്നം എന്താ അറിയാമോ? രാഹുൽ ഈശ്വറിന് പോകാൻ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല. വനിതാ കമ്മീഷൻ എന്നെ വേട്ടയാടുന്നു, യുവജന കമ്മീഷൻ എന്നെ വേട്ടയാടുന്നു. ഇവരെല്ലാം രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഓർക്കുക, ഇത് സാധാരണ രാഷ്ട്രീയക്കാരല്ല. അതായത് ഭരണഘടനാ പദവിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോടതിയാണ്. ഈ സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള കമ്മീഷൻ എന്ന് പറയുന്ന സതീദേവി മാരത്തെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഷാജറിനെ പോലെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു യുവ നേതാവ് അടക്കം പത്രസമ്മേളനം വിളിച്ച് രാഹുൽ ഈശ്വറിനെ വേട്ടയാടണം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഒരു വ്യക്തിയായി എനിക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുക. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു 100% ഇനി എനിക്കെതിരെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടാൽ പോലും ഹണി റോസിനെതിരെയുള്ള വിമർശനം 1 ഇഞ്ച് കൂടുകയോ കുറയുകയോ ചെയ്യില്ല. കാര്യം ഹണി റോസ് എന്നെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ എന്നെ വിമർശിക്കുന്നത് വെച്ചല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഇത് പോസിറ്റീവ് സോഷ്യൽ ഓഡിറ്റ് ആണ്, ഫീഡ്ബാക്ക് ആണ്, ക്രിറ്റിസിസം ആണ്, സാമൂഹിക ഓഡിറ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് മാഡം, വനിതാ കമ്മീഷൻ ഇന്നലെ യുവജന കമ്മീഷൻ കേസ് എടുക്കണമെന്ന് പറഞ്ഞു. എന്റെ മറുപടി കേൾക്കണ്ടേ? ദിശ എന്നൊരു സംഘടന അവർക്ക് പരാതി നൽകി, ബഹുമാനിക്കുന്നു. ആ പരാതിയിൽ എന്റെ മറുപടി കേൾക്കുക എന്നുള്ളതല്ലേ നാച്ചുറൽ ജസ്റ്റിസ്. പരാതി വന്നാൽ റെസ്പോൺസ് കൊടുക്കണ്ടേ? അപ്പൊ ഈ വ്യാജ പരാതിയാണെങ്കിലോ? ഈ പരാതിയിൽ സാധാരണഗതിയിൽ ഒരു കമ്മീഷനോ കോടതിയിലോ ഇപ്പൊ ഹേമ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഒരുപാട് പേരെ വിളിച്ചു വരുത്തിയത്? ആൾക്കാരുടെ തന്നെ അവരുടെ മറുപടി കേൾക്കാനുള്ള ഒരു മര്യാദ കാണിക്കണ്ടേ? അങ്ങനെക്കെതിരെ ആരോപണം വന്നാൽ എന്റെ മറുപടി കേൾക്കാൻ ഒരു മര്യാദ കാണിക്കണ്ടേ? അത് അതിന്റെ തുടർ നടപടിയല്ലേ രാഹുൽ? സ്വാഭാവികമായി രാഹുലിനെതിരെ ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി കൊടുക്കുന്നു, അതിൽ ആദ്യത്തെ നടപടി അതിൽ കേസെടുക്കുന്നു. ഇനി രാഹുൽ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ പുള്ളിയുടെ റെസ്പോൺസ് കേൾക്കാതെ പുള്ളിക്കെതിരെ കേസെടുക്കൂ. അതല്ലേ ഇവിടെ പതിവ്? സാധാരണ അങ്ങനെയല്ലേ ചെയ്യാറ്? ലീഗൽ പൊസിഷനിൽ ഇത് പോലീസല്ല. പോലീസിനാണ് ഒരാൾ പരാതി കൊടുത്താൽ പോലീസ് ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമായിരിക്കും. കമ്മീഷന്റെ പ്രോസസ് ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ സ്വാഭാവിക നടപടി എന്ന രീതിയിൽ, സ്വാഭാവിക നീതി എന്ന രീതിയിൽ അയാൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് മാത്രമല്ലേ ഒരു നിലപാടെടുക്കൂ. പോട്ടെ, അതിന്റെ വിശാലം കമ്മീഷനുകളായ യുവജന കമ്മീഷനും അല്ലെങ്കിൽ വനിതാ കമ്മീഷനും അടക്കം രാഹുൽ ഈശ്വറിനെ വേട്ടയാടാൻ സാധിക്കുന്നത് എനിക്ക് പോകാൻ ഒരു പുരുഷ കമ്മീഷനില്ല. നീതിന്യായ സംവിധാനം മുഴുവൻ രാഹുലിന് സമീപിക്കാൻ തക്ക വിധത്തിലുണ്ടല്ലോ. അതുകൊണ്ടാണ് രാഹുൽ ഹൈക്കോടതിയിലേക്ക് പോയത്. അതുകൊണ്ടല്ലേ മാഡം എന്തിനാ വനിതാ കമ്മീഷൻ? ഓൾറെഡി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടല്ലോ, കോടതികളുണ്ടല്ലോ. പിന്നെ വനിതാ കമ്മീഷൻ എന്തിനാ? ഒരു വനിതയല്ലേ അവിടെ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസിൽ പോയിട്ടുള്ളത്? താങ്കളുടെ പരാമർശങ്ങളിൽ മനംനൊന്ന് അവരുടെ ആത്മഹത്യയുടെ വരെ വക്കീലാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ പരാതിയുമായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ വനിതാ കമ്മീഷൻ ഒരു വരിയിലൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഒന്ന്, വനിതയ്ക്ക് ഓൾറെഡി കോടതിയും പോലീസും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഉണ്ടല്ലോ. പിന്നീട് എന്തിനാ വേറൊരു വനിതാ കമ്മീഷൻ? അപ്പൊ ഈ നാട്ടിലെ വനിതാ കമ്മീഷൻ അങ്ങ് പിരിച്ചുവിട്ടേക്കാം രാഹുൽ. അല്ലാതെ വനിതകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഭരണഘടനാനുസൃതമായി വനിതാ കമ്മീഷൻ നിലവിലുള്ളത് അല്ലേ? അതിന് മറുപടി ഉണ്ടോ? കാര്യം ഇല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാവും. വനിതാ കമ്മീഷൻ ഏറ്റവും ആവശ്യമുള്ള സ്ഥാപനമാണ്, അതങ്ങനെ വേണം. അതോടൊപ്പം പുരുഷന്മാർക്കും ഒരു പുരുഷ കമ്മീഷൻ വേണം. അതായത് വനിതാ കമ്മീഷൻ വേണം, വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഒരു പുരുഷ കമ്മീഷൻ കൂടെ വളരെ ആവശ്യമായി വരുന്നതിന്റെ പ്രസക്തി രാഹുൽ ഈശ്വറിന് പോകാൻ സ്ഥലമില്ല. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതിപ്പെട്ടത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഓർഗനൈസ്ഡ് ക്രൈം, പിന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതിപ്പെട്ടത്. ഈ ഒരു പരാതിക്ക് പിന്നാലെ തന്നെ ഒരുപാട് പേര് വിചാരിച്ച് രാഹുൽ ഈശ്വർ ബോച്ചയെ പോലെ തന്നെ അഴിക്കുള്ളിലാകുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിരുന്നില്ല. പകരം ഇപ്പോഴും അദ്ദേഹം എടുത്തു പറയുന്നത് ഹണി റോസിനെ അദ്ദേഹം ഇനിയും വിമർശിക്കും. അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെയാണ് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഹണി റോസ് എന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം വിമർശിക്കുന്നത്. അതോടൊപ്പം ഒരു വരി കൂടി, 2 ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ ഹണി റോസ് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് സംസാരിക്കുന്ന, എല്ലാ പോലീസുകാരും സപ്പോർട്ട് ചെയ്യുന്ന, 99% മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഹണി റോസ് ആണ് ശക്ത. ഹണി റോസ് അബലയല്ല, ഹണി റോസ് ആണ് ശക്ത. രാഹുൽ ഈശ്വർ അടക്കം അപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ് വീക്ക്, ഞങ്ങളാണ് അശക്തർ. മറുഭാഗത്ത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി അടക്കം വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് അങ്ങോട്ട് സംസാരിക്കുന്ന, നവീൻ ബാബുവിന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഞാൻ ഉന്നയിക്കുന്നില്ല, പക്ഷേ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്ന ഹണി റോസ് ആണ് അതിശക്തിയായ വ്യക്തി. മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷന്മാരാണ് പലപ്പോഴും അശക്തർ. ഇത് ഈ കേസിലല്ല, എല്ലാ കേസിലും ഉണ്ട്. അതുകൊണ്ട് പോലീസിന് അങ്ങനെ ഒരു നിയമോപദേശം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഏകയുള്ള റിക്വസ്റ്റ് പുരുഷ കമ്മീഷനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ട നടപടികളുമായിട്ട് രാഹുലിന് വലിയൊരു ആരാധക വൃന്ദമുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണല്ലോ, രാഹുൽ പറയുന്ന വാദങ്ങളെ ന്യായീകരിച്ച് ഒരുപാട് പേർ വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ കൂട്ടി അങ്ങനെ ഒരു കാര്യം ആലോചിക്കാവുന്നതാണ്. പക്ഷേ അതിന്റെ ഒരു കാര്യം, ഒരു വരി കൂടി പറയാൻ എനിക്ക് സന്തോഷം തരണം. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ
അല്ല, CPM ഭരിക്കുന്ന കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ യുവജന കമ്മീഷന്റെ ഒരു അംഗം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പുരുഷ കമ്മീഷൻ വേണം എന്ന റിക്വസ്റ്റ് ഔദ്യോഗികമായി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. രാഹുൽ ഈശ്വർ അല്ല, ഒന്നുകൂടെ പറയുന്നു, CPMന്റെ ഭാഗമായി നിൽക്കുന്ന CPMന്റെ മെമ്പറായ ഒരു വ്യക്തി അടക്കം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങൾ റേസ് ചെയ്തിട്ടുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ കൂടി ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം എന്ന് ഹണി റോസിനെ ഒരു ഇഞ്ച് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും മോശം പറയില്ല, അസഭ്യം പറയില്ല, ആഭാസം പറയില്ല, ദ്വയാർത്ഥം പറയില്ല. പക്ഷെ ഹണി റോസ് അടക്കമുള്ളവരുടെ തെറ്റായ സമീപനങ്ങൾ, ഹണി റോസ് അടക്കമുള്ളവരുടെ മോശം സമീപനങ്ങൾ വിമർശിക്കപ്പെടണം. അത്തരം കാര്യങ്ങൾ വേണം. ഇനി ഒരു ഒറ്റ വരി കൂടി പറയാൻ എനിക്ക് അവസരം വേണം. ഷെനിൽ എന്നാണ് നമ്മുടെ യുവജന ക്ഷേമ ബോർഡിന്റെ പ്രതിനിധി മുഖ്യമന്ത്രിക്ക് അയച്ചത്. നമ്മുടെ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും വലിയ വാർത്തയൊന്നും ആക്കിയില്ല. ഓർക്കുക, വെളിയിലല്ല, സംസ്ഥാന സർക്കാരിന്റെ അധികാര കേന്ദ്രത്തിന്റെ ഭാഗമായിരിക്കുന്ന ഷെനിൽ എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ഓൾറെഡി ആവശ്യം ഉന്നയിച്ചു. ഇത്ര പ്രത്യേകത എന്താണ് രാഹുൽ? എനിക്ക് വേണമെങ്കിൽ വേറൊരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് ഞാനൊരു കത്ത് കൊടുത്താൽ അതിപ്പോ വലിയ വാർത്തയാണ്. വേറെ എല്ലാവർക്കും കമ്മീഷൻ ഉണ്ട് മാഡം. ഞങ്ങൾ ആണുങ്ങൾക്ക് കമ്മീഷൻ ഇല്ലാതുള്ളൂ. കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, എല്ലാവർക്കും കമ്മീഷൻ ഉണ്ട്. രാഹുൽ ഇങ്ങനെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ രാഹുൽ ദുർബലനാണെന്ന് ദയവ് ചെയ്ത് പറയരുത്. അത് കേൾക്കുന്നവർ ചിരിക്കില്ലേ? മാഡം ദുർബലനാണെന്നുണ്ടെങ്കിൽ ഒരു തെളിവ് പറഞ്ഞോട്ടെ, ഒരു തെളിവ്. അതായത് ഈ DGPയോടാണ് റിപ്പോർട്ട് ചോദിച്ചത്. ഇപ്പം രാഹുൽ ഈശ്വറിന് ഈ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഒരു പുരുഷ കമ്മീഷന്റെ കാര്യം അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചത്. അത് രാഹുൽ ഈശ്വർ ഒരു കണക്കിൽ പറയുന്നതും ശരിയാണല്ലേ. പുരുഷന്മാർക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ അവർ എങ്ങോട്ട് പോകും അല്ലെ? ഇവിടെ ഇപ്പൊ തന്നെ അദ്ദേഹം ഉദാഹരണ സഹിതം തന്നെയാണ് പല കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പം ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ശക്തമായിട്ടുള്ള വാദം ആണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു കമ്മീഷൻ വേണം എന്നുള്ളൊരു ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. DGPക്ക് 2.5 മാസം മുമ്പാണ് നിവിൻ പോളി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രമുഖ താരം പരാതി കൊടുത്തത്. നിവിൻ പോളി മീഡിയയിലല്ല, ഒഫീഷ്യലി എഴുതി പരാതി കൊടുത്തു. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്ന്. ആ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞല്ലോ. ആ വ്യാജ പരാതി അന്ന് തെളിഞ്ഞ അവസ്ഥയിൽ ആ പെൺകുട്ടിക്കെതിരെ ഇതുവരെ FIR ഇട്ടു. താങ്കൾ ദയവായി ചോദിക്കേണ്ട ചോദ്യമാണ്. അതായത് നിവിൻ പോളിയുടെ ഒഫീഷ്യൽ കംപ്ലയിന്റ് കേരള പോലീസിന്റെ DGPക്ക് കൊടുത്തു. നമ്മളെല്ലാം കണ്ട വാർത്തയാണ്. ഈ പെൺകുട്ടിയുടെ നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണം പച്ചക്കള്ളമാണെന്നും നിവിൻ പോളി ദുബായിലില്ലായിരുന്നെന്നും കേരളത്തിലുണ്ടെന്നും തെളിഞ്ഞു. പരാതി വന്നാൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിയമ സംവിധാനമാണ്. ഒരു വരി ഞാൻ തീർത്തോട്ടെ. അതായത് നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് രാഹുൽ ഈശ്വർ അല്ല, പോലീസ് കണ്ടെത്തി കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നിവിൻ പോളിയുടെ പരാതിയുമുണ്ട്. ആ പെൺകുട്ടിക്കെതിരെ FIR ഇടാത്തത്. ഞാൻ ചോദിക്കുന്നത്, ഈ പുരുഷന്മാരുടെ ഒക്കെ ഒരു പ്രതിനിധി ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജമായി കുരുക്കപ്പെടുന്ന പുരുഷന്മാരുടെ ഒക്കെ പ്രതിനിധി എന്ന നിലയ്ക്ക് രാഹുലിന് ഒരു പരാതി കൊടുക്കാം. അതിനുള്ള സംവിധാനം ഇന്നാട്ടിലുണ്ടല്ലോ. മാഡം, സാക്ഷാൽ നിവിൻ പോളി നേരിട്ട് പോലീസിന് പരാതി കൊടുത്തിട്ട് അഫക്റ്റഡ് പാർട്ടിയായി ലോക്കൽ സ്റ്റാൻഡിയുള്ള നിവിൻ പോളി ഞാൻ കൊടുക്കാൻ വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിവിൻ പോളി പരാതി കൊടുത്തിട്ട് FIR ഇടുന്നില്ല. കാര്യം ഈ നാട്ടിൽ സ്ത്രീകളോട് FIR ഇട്ടാ പോലീസുകാർക്ക് പേടിയാണ്. ഏതെങ്കിലും രീതി തിരിച്ചു കളിക്കുമോ, മീഡിയക്കാരെല്ലാം കൂടെ അവരെ ആക്രമിക്കുമോ, വനിതാ കമ്മീഷൻ ഒരു കേസും എടുക്കുന്നില്ലേ രാഹുൽ? ഞാൻ നേരത്തോട് പബ്ലിക്കലി മാപ്പ് പറയാം ഈ ചോദ്യം. ഒറ്റ ചോദ്യം. ഇന്നേ വരെ ഈ നാട്ടിൽ വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വ്യാജ പരാതി തെളിയിക്കപ്പെട്ട അവസ്ഥയിലെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെ FIR ഇട്ടിട്ടുണ്ടോ? സരിതയ്ക്കെതിരെ FIR ഇട്ടോ? എൽദോസ് കുന്നപ്പള്ളിയോട് 1 കോടി രൂപ ചോദിച്ച 49 കേസുകളിൽ പ്രതിയായ ഒരു സ്ത്രീ. ദയവായി ശ്രദ്ധിക്കുക, രാഹുൽ ഈശ്വറുള്ള ഹൈക്കോടതിയുടെ വാക്കുകളാണ് പറയുന്നത്, കൗസർ എടപ്പളത്തിന്റെ വാക്കുകളാണ് പറയുന്നത്, ജഡ്ജിയുടെ വാക്കുകൾ. ഈ സ്ത്രീ 49 കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണെന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു. അത് വ്യാജ പരാതിയാണ്, സിനിമാ കഥയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ആ സ്ത്രീക്കെതിരെ ഒരു FIR ഇട്ടോ? ഈ വ്യാജ പരാതി കേസിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു FIR ഇട്ടിട്ടുണ്ടോ? എനിക്ക് ഇപ്പൊ പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ക്യാമ്പയിൻ നടത്തൂ. ഇങ്ങനെയുള്ള പരാതികൾക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടത് അത്യാവശ്യമല്ലേ? ആഗ്രഹമുണ്ട്. ഈ ക്യാമ്പയിൻ തീർച്ചയായും തുടങ്ങും. താങ്കളുടെ ഐഡിയ കൂടി ഞാൻ ഉൾക്കൊള്ളുന്നു. എല്ലാ പിന്തുണയും അഭ്യർത്ഥിക്കും. എന്തായാലും ഹണി റോസ് ഇനി എടുക്കുന്ന നിലപാട് നിർണായകമാകും. കോടതിയെ സമീപിക്കാനാണ് കൂടുതൽ സാധ്യത. ഇതിനുള്ള നിയമോപദേശം ഹണി റോസ് തേടിയിട്ടുമുണ്ട്. ഹൈക്കോടതി പരാമർശം കൂടി മനസ്സിലാക്കിയാകും നിലപാടെടുക്കുക. പോലീസ് കേസ് എടുക്കാത്തത് ഹണി റോസിനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്റെ വിഷമം ഹണി റോസ് അറിയിക്കുമെന്നാണ് സൂചന. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചിൽ പ്രത്യേകം പരാമർശിച്ചാണ് ഹർജി പരിഗണിക്കെടുപ്പിച്ചത്. അറസ്റ്റ് വിലക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചിരുന്നില്ല. ഇതുവരെ FIR എടുത്തിട്ടില്ല എന്നതടക്കം കണക്കിലെടുത്താണിത്. ഹർജി 27-നാണ് പരിഗണിക്കുക. ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഹർജിക്കാരന്റെ വാദം. വിമർശിച്ചത് എന്നല്ലാതെ നുണയോ അപവാദമോ പറഞ്ഞിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. വിമർശിക്കാനുള്ള അവകാശം വ്യക്തിക്കുണ്ട് എന്ന് രാഹുൽ ഈശ്വർ കൂടി പറയുന്നുണ്ട്. ഈ ഒരു ഹണി റോസ് കേസിലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കർശന നിലപാടെടുത്തതും ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ കേസിലെ നിലപാടും നിർണായകമാകും.
ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നതാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം. ഹണി റോസിന്റെ വസ്ത്രദാനത്തിന്റെ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുമില്ല. ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നാണ് തന്റെ നിലപാട് എന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം.